ഇവരുടെ പാണ്ഡിത്യം. ഇവരെ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിനെ ഞങ്ങൾ പറയാറ് നിങ്ങൾ ആശയപരമായ പോരാട്ടം, സംഹാരാത്മകമല്ലാത്ത സംവാദം നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഇവിടെ വന്ന് ജനങ്ങളുടെ മുമ്പാകെ ഓപ്പണായി നമുക്ക് സംസാരിക്കാമല്ലോ. എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് തീരെങ്കിൽ, നിങ്ങൾ പറയുന്നതാണ് മുസ്ലിം ലീഗിനേക്കാൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് അഭിമാനമെങ്കിൽ ഈ പച്ചപ്പറാക താഴ്വച്ച് നിങ്ങളുടെ പരാതി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാക്കട്ടെ. നിങ്ങൾ തെളിയിക്കണം. ആശയപരമായ പോരാട്ടം അതിന് നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുക കൈവെട്ട സംഭവങ്ങളെ. ഞങ്ങൾ വിശദീകരിക്കാം. നിങ്ങൾ ഇന്ത്യയിലെ മുസൽമാന്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹിക്കുന്ന സമക്ഷം നിങ്ങൾ തുറന്ന സംവാദത്തിന് നിങ്ങൾ സന്നദ്ധമായി എത്ര കാലമായി ഞങ്ങളുടെ KM ഷാജിയെ പോലുള്ള നേതാക്കന്മാർ നിങ്ങളെ വിളിക്കുന്നു. കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് എത്രയോ തവണ നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളെന്തേ അതിൽ നിന്ന് കുതറി മാറുന്നു? അതുകൊണ്ട് ജനങ്ങളെ വിട്ടികളാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും വളർന്നു പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ മുഴുവൻ താത്പാടുകളും ഒരുമിച്ച് നിന്ന് കുലുക്കിയിട്ടും മുസ്ലിം ലീഗ് കുലുങ്ങിയിട്ടില്ല. കൂട്ടരെ, മുസ്ലിം ലീഗ് കുലുങ്ങിയിട്ടില്ല. ആ ലീഗിനെയാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തകർക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നത്? പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഡോക്ടർ MK മുനീർ അഴിമതിക്കാരനാണ് എന്ന് പ്രിയപ്പെട്ട ലീഗ് വിരുദ്ധനെ പരിശോധിക്കട്ടെ. ഡോക്ടർ മുനീർ സാഹിബ് അഴിമതിക്കാരനാണ് എന്ന് ഇന്ത്യയുടെ ജുഡീഷ്യറി തെളിയിച്ചിട്ടുണ്ടോ? തെളിയിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞു, നിരപരാധിയായ നിങ്ങളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മൂവാറ്റുപുഴയിൽ പ്രസംഗിച്ചത് എന്റെ കയ്യിലുണ്ട്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രതിയാണ് എന്ന് നിങ്ങളുടെ പ്രസ്ഥാനക്കാർ വിശ്വസിക്കുന്നോ? ഇല്ലല്ലോ. ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്ക് പ്രതിയാണ് എന്ന് എങ്ങനെ പറയും? തെളിയിക്കട്ടെ മുനീർ സാഹിബ് പ്രതിയാണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഊഹിച്ചുകൊണ്ട് ജനങ്ങൾ അവഹേളിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഊഹം വെച്ചുകൊണ്ട് നിങ്ങൾ ആളുകളെ ദ്രോഹിക്കുന്ന പരിപാടി നിർത്തണമെന്ന ഖുർആനിന്റെ താക്കീതെങ്കിലും നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചെങ്കിൽ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഈ കാണുന്ന പുരോഗതിക്കൊക്കെ പിന്നിൽ ഗൾഫിന്റെ സ്വാധീനമാണ്. ഗൾഫുകാരുടെ സ്വാധീനം കൊണ്ടാണ് മലബാറിൽ വിദ്യാഭ്യാസവും അതേപോലെ ഈ പുരോഗതിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കൂട്ടരെ ഗൾഫിന്റെ സ്വാധീനം ഈ കേരളക്കാരിൽ വരുന്നത് എപ്പോഴാണ്? ഫറൂഖ് കോളേജിന്റെ ചരിത്രം മാത്രം നിങ്ങൾ പരിശോധിക്കുക. അതേപോലെ തിരൂരങ്ങാടി യത്തീംഖാന അന്ന് ഏത് ഗൾഫുകാരനാണ് ഉണ്ടായിരുന്നത്? അന്ന് ഞങ്ങളുടെ MK ഹാജിയെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാരില്ലേ അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? KM സാഹിബിനെ പോലുള്ള മഹാരഥന്മാർ. എന്നിട്ട് നിങ്ങൾ പറയാതെ മുസ്ലിം ലീഗ് നേടിയെടുത്തതാണ് ഈ പുരോഗതി എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യം. ഏറെക്കുറെ എല്ലാവരും ഈ സംഗതി അംഗീകരിച്ചിട്ടുണ്ട്. EMS പോലും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അത് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. EMS മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും മറ്റും അതിശക്തമായ വൈദഗ്ധ്യമുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു മുസ്ലിം ലീഗിന്റെ CH-ഉം അഹമ്മദ് കുട്ടി കുരിക്കളും എന്നൊക്കെ ഈ EMS പോലുള്ള ആളുകൾ പോലും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗൾഫുമായി ബന്ധപ്പെട്ടത് ഗൾഫുകാരുടെ നീറുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഒക്കെ നേടിക്കൊടുത്തത് ഗൾഫിൽ പോയിട്ടും ഗൾഫില് മുസ്ലിം ലീഗിനെ ഗൾഫുകാർ എത്രമാത്രം നെഞ്ചേറ്റി എന്നതിന്റെ തെളിവാണ് KMCC പോലുള്ള സംഘടനകൾ. നിങ്ങൾ അവിടെയും നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിലും അതിനെയൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിജീവിച്ച് മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോണില്ല. അതേപോലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിന് വേണ്ടി ജീവൻ വേണോ? ജീവൻ കൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. ജീവൻ കൊടുത്ത പാരമ്പര്യ ലീഗിനുണ്ട്. നിങ്ങളൊക്കെ
ഓർക്കുന്നുണ്ടാവുമല്ലോ 1980 ഭാഷാ സമരത്തെക്കുറിച്ച്. ഇന്ത്യൻ മുസൽമാന്റെ പ്രതീകമായിരുന്ന ഉറുദുവിനെയും ആഗോള മുസൽമാന്റെ അഭിമാനമായ അറബിയെയും കിരാതമായ കരിനിയമങ്ങൾ കൊണ്ടുവന്നു ഭാഷാ വിരുദ്ധ നൃത്തത്തിലൂടെ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തിന്റെ അടിത്തറയിളക്കാൻ അട്ടഹാസവുമായി അലറിപ്പിടുന്ന അധികാരി വർഗത്തിന്റെ തീയന്തകളെ തടയിലും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വിശുദ്ധ ഖുർആനിന്റെ അവതാരമായ റമദാനിലെ പവിത്രമായ പ്രകടനത്തിച്ചുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഭാഷയെ തൊട്ട് കളിക്കാൻ ഒരു ഏമാന്മാരെയും ചന്ദ്രപ്പുഴ ഈ മുസ്ലിം യുവത അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. മലപ്പുറത്തെ തലത്തറയത്തിന്റെ കരിങ്കൽ ഭിത്തികളെപ്പോഴും വീടുകൾ കൊണ്ടിരിക്കും ആരോഗ്യത്തിൽ പകുതിയിൽ കളികൾ മുടക്കി അവസാനം സ്വന്തം ചോരവകൾ മലപ്പുറത്തിന്റെ മണ്ണിടത്തിനായി അറിയിച്ചു വീരതകളെ ഇതിഹാസമാക്കിച്ച മജീദ് റഹ്മാൻ കുഞ്ഞിപ്രമാണോ പ്രസ്ഥാനമാണ് ഇന്ത്യയുടെ മുസ്ലിം ലീഗ്. ജീവൻ കൊടുക്കേണ്ട ഘട്ടത്തിൽ ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു നിർബന്ധമുണ്ട്. ഈ നാട്ടിൽ പ്രശാന്ത സുന്ദരമായ ദൈവത്തിന്റെ ഈ സ്വന്തം നാട് കലാപകലുഷിതമാക്കി മാറ്റാനുള്ള ഏത് ചെറിയ പ്രവർത്തനത്തെയും ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങളുടെ പാരമ്പര്യമതാണ്, മുസ്ലിം ലീഗിന്റെ പാരമ്പര്യമതാണ്. നബിദിനാഘോഷത്തിന് മുമ്പേ ശ്രീകൃഷ്ണ ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്നു. പിറ്റേ വർഷമാണ് ഞങ്ങൾ നബിദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചത്. നാടാർ പെൺകുട്ടികൾക്ക് പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്നു. പിറ്റേ വർഷമാണ് ഞങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ പരിഹസിക്കാറില്ലേ, കേരളത്തിൽ മഹാനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹം വിദ്യാഭ്യാസമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പലരും വന്ന് ഇ.ടിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഇ.ടി, കേരളത്തിൽ നിങ്ങൾ ഒരു അറബിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോ അഭിമന്യനായ ഇ.ടി പറഞ്ഞു, ഇവിടെയുള്ള ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ വേദഭാഷയായ സംസ്കൃതം പഠിപ്പിക്കുവാൻ ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതുവരെ ഒരു അറബിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആലോചിക്കുവാൻ ഈ ബഷീറിന്റെ മതേതരബോധം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു ആദിശങ്കരന്റെ നാട്ടിൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുത്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതാണ് ലീഗിന്റെ മാതൃക, ലീഗിന്റെ മതേതര പൈതൃകം അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ചരിത്ര സംഭവമുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന ചരിത്രത്തിന്റെ നാൾവഴികളിലെ നാഴികക്കല്ലായി അറിയപ്പെടുന്ന വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോ കോൺഗ്രസിലെ സവർണ തമ്പുരാക്കന്മാർ ആ പ്രമേയത്തെ എതിർത്തപ്പോ അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന മൗലാന മുഹമ്മദ് അലി ഇവിടുത്തെ SNDP-യുടെ നേതാവായിരുന്ന P.K. മാധവനോട് പറഞ്ഞത് ആ പ്രമേയം നിങ്ങൾ അവതരിപ്പിക്കണമെന്നാണ്. അതുപോലെ തന്നെ കാക്കിനടയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പിറന്നു വീണ ഈഴവ സമൂഹത്തിന് ഹിന്ദു ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ വഴി നടക്കാൻ പോലും അവകാശം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി കാക്കിനടയിൽ നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അതിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നുകൊണ്ട് ഈ അനാചാരത്തിനെതിരെ ഈഴവരുടെ ഭാഗത്തു നിന്ന് അതിശക്തമായി മൗലാന മുഹമ്മദ് അലി സംസാരിച്ചു. അങ്ങനെ ഈഴവ സമുദായത്തിന്റെ കേരളത്തിലെ സമുന്നത നേതാവ് P.K. മാധവൻ ആ മുഹമ്മദ് അലിയോടുള്ള കടപ്പാട്, ആ മൗലാന മുഹമ്മദ് അലിയോടുള്ള നന്ദി തീർക്കാൻ അദ്ദേഹം സ്വീകരിച്ച മാർഗം മാധവന്റെ മകനെ മുഹമ്മദ് അലി എന്ന പേരിട്ടുകൊണ്ടായിരുന്നു. മൗലാന മുഹമ്മദ് അലിയോടുള്ള കടപ്പാട് തീർക്കാൻ അദ്ദേഹം ഹൈന്ദവ സമുദായത്തിലെ ഈഴവന്മാർക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന് ആ പോരാട്ടത്തോടുള്ള കൃതജ്ഞത അറിയിക്കുവാൻ P.K. മാധവൻ എന്ന ഈഴവ സമുദായ നേതാവ് മൗലാന മുഹമ്മദ് അലിയുടെ പേരാണ് അദ്ദേഹത്തിന്റെ മകനിട്ടത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ ജർമ്മൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയതും മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചുകൊണ്ടായിരുന്നു. ആ പാരമ്പര്യമാണ് മൗലാന മുഹമ്മദ് അലിയുടെ. അദ്ദേഹം മുന്നോട്ട് വെച്ച ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗ് ഇവിടെ മുന്നോട്ട് വെക്കുന്നതും അത് തന്നെയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കഴിഞ്ഞ 60 വർഷക്കാലമായി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ഞങ്ങൾ കാണിച്ചതുപോലുള്ള ഒരു രാജ്യസ്നേഹം ഇന്ന് ആരാധനരെ കാട്ടിയത്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ചൈനയുടെ ചാരന്മാരായി പ്രവർത്തിക്കുകയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദനടക്കം ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നത് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയെ ഒറ്റക്കൊടുത്തതിന്റെ പേരിലായിരുന്നില്ലേ? അതുപോലെ തന്നെ 1942 ആഗ്രക്കെടുത്ത ബർബേസർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സമൂഹം
സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു, കോടതി മുറിയിൽ ഹാജരാക്കിയ സമയത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, പിറന്ന നാടിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കബന്ധങ്ങൾ കരിഞ്ഞവർന്ന മണ്ണി നെഞ്ചുറപ്പോടെ പകലതും തെളിച്ച് പൊരുതിത്തവർന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുഖത്ത് നോക്കി, ആ മഹാരഥന്മാരായ പുണ്യപുരുഷന്മാരുടെ മുഖത്ത് നോക്കി ഇവർ കലാപകാരികളാണ് എന്നും ഇവരെ തൂക്കിക്കൊല്ലണമെന്നും ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ ഉറുപ്പില്ലാതെ മൊഴി നൽകിയ അടൽ ബിഹാരി വാജ്പേയി എന്ന മനുഷ്യനെ ഏറ്റവും വലിയ സംഭൂജ്യനായ നേതാവായി കൊണ്ടുനടക്കുന്ന ഇവിടുത്തെ സംഘപരിവാര ശക്തികൾക്ക് എന്ത് രാജ്യസ്നേഹമാണുള്ളത്? എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന സയ്യിദ് അബ്ദുൽ മൗദൂദിയോട് മുനീർ കമ്മീഷൻ ചോദിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സയ്യിദ് അബ്ദുൽ മൗദൂദി ആരുടെ ഭാഗത്താണ് നിലയുറപ്പിക്കുവാൻ ചോദിച്ചപ്പോ മൗദൂദി പറഞ്ഞു, ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എന്നല്ല, ലോകത്തേത് രാജ്യവും ഇന്ത്യക്കെതിരെ പറഞ്ഞാലും ഞങ്ങൾ ആ ഇന്ത്യക്കെതിരായിട്ടാണ് ഞങ്ങൾ നിലയുറപ്പിക്കുക എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക നേതാവായ സയ്യിദ് മൗദൂദി പിന്നെ മുനീർ കമ്മീഷൻ നൽകിയ മറുപടി. എന്നാൽ അഭിനന്ദനായ ഞങ്ങളുടെ വാസുദേവൻ തങ്ങളോട് ചോദിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പുറപ്പെട്ടാൽ മുസ്ലിം ലീഗ് ആരുടെ പക്ഷത്ത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോ അഭിനന്ദനായ വാസുദേവൻ തങ്ങൾ പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനും എന്നല്ല, മക്കത്തുൽ മുകറമയും മദീനത്തുൽ മുനവ്വറയും ഉൾക്കൊള്ളുന്ന സാക്ഷാൽ സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ പടവഹിച്ചാലും മക്കയില്ലല്ലോ മദീനയില്ലല്ലോ എന്ന് കരുതി സൗദിയോടൊപ്പം നിൽക്കാനല്ല, ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ അതുല്യമായ രാജ്യസ്നേഹമാണ് ഞങ്ങൾ കാട്ടിയത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ അഭിനന്ദനായ കായിക മില്ലത്തിന്റെ അടുക്കലേക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കായിക മില്ലത്തിൽ അതിർത്തിയിൽ യുദ്ധം നടക്കുന്നു, അങ്ങനെന്തെങ്കിലും യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നത് ആ സമ്പത്ത് മുഴുവൻ സമുദായത്തിന്റെ സമുദ്ധാന പ്രയത്നങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച അഭിമന്യനായ ആയിരവിലത്ത് പറഞ്ഞു, പ്രിയപ്പെട്ട പണ്ഡിറ്റ്ജി, എന്റെ കയ്യിൽ സംഭാവനയായി ഒന്നും നൽകാനില്ല, പക്ഷേ എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പൊന്നായ മോനുണ്ട്, ഫ്രീയാക്കാൻ ഒരു ചെറിയ പനി വന്നാൽ പോലും ഞാൻ ഉറക്കം വിളിച്ച് കാവലിരിക്കുന്ന എന്റെ പൊന്നുമോൻ, ആ പൊന്നുമോനെ എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ സംഭാവന അർപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ ധീര ജവാന്മാർ അടരാടുന്ന പടർക്കളത്തിലേക്ക് ഇതാ എന്റെ മകനെ ഞാൻ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലും ആശ്ചര്യപ്പെടുത്തുമാറ് അതുല്യമായ രാജ്യസ്നേഹം കാണിച്ച കായിക മില്ലത്തിന്റെ പാർട്ടിക്ക് സമാനമായി രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച ഒരു പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് വേണ്ടി ലീഗ് നൽകിയതുപോലെയുള്ള ഒരു സംഭാവന ഇവിടെ ഏത് സമുദായ സംഘടനയാണ് നൽകിയത്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നൽകിയത്? ഞങ്ങൾ ചോദിക്കട്ടെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ കൂട്ടരെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്. എന്താണ് ബില്ല്? മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തീർത്തും ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഒരു ബില്ല് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. ആ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ അന്ന് എത്രയോ സാധ്യതരായ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ പാർലമെന്റ്, എത്രയോ മുസ്ലിം ദിശാശാലികൾ അണിനിരന്ന ഇന്ത്യയുടെ പാർലമെന്റ്, ആ പാർലമെന്റിലാണ് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഒരു ബില്ല് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. പക്ഷേ ഒരാൾ പോലും ആ ബില്ലിനെ ചോദ്യം ചെയ്തില്ല. ഒരാൾ പോലും ആ ബില്ലിനെ ചോദ്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ ബില്ല് പാസ്സാകും എന്ന ഘട്ടം വന്നപ്പോ പാർലമെന്റിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഒരു ശബ്ദം പൊങ്ങി, പ്രിയപ്പെട്ട ജവഹർലാൽ താങ്കൾ ആ ബില്ല് പാസ്സാക്കരുത്, കാരണം ഞാൻ ഉൾപ്പെടുന്ന ഇന്ത്യൻ മുസൽമാന്റെ ശരീഅത്തിന് വിരുദ്ധമാണ് ആ ബില്ല്. ഒരുപാട് മതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള, ഒരുപാട് ദർശനങ്ങളിൽ അവഗാഹം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിറ്റ്ജി, ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന് ശരീഅത്ത് അവരുടെ മതത്തിന്റെ മൗലിക പ്രമാണം എത്രമാത്രം അവരുടെ ജീവിതത്തിൽ അനിവാര്യമായ സംഭവമാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ. അതുകൊണ്ട് എന്റെ ഈ ഒറ്റപ്പെട്ട ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ മുസൽമാന് വേണ്ടി ഈ പാർലമെന്റിൽ ശബ്ദിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതി, പ്രിയപ്പെട്ട പണ്ഡിറ്റ്ജി, ഞങ്ങളുടെ ശരീരത്തിന് വിരുദ്ധമായ ആ ബില്ല് അങ്ങ് പാസ്സാക്കരുത് എന്ന് ഉരുക്കിന്റെ കരുത്തോടെ, കരിക്കിന്റെ മാധുര്യത്തോടെ ഒരാൾ പ്രഖ്യാപിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോ പ്രിയപ്പെട്ട SDPI-ക്കാര മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും ഇതിഹാസ തുല്യമായ പാർലമെന്റേറിയൻ ജനാബി പോക്കർ സാഹിബിന്റെ ശബ്ദമായിരുന്നു അത്. പോക്കർ സാഹിബിന്റെ
ആ ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ആ ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നെഹ്റു ആ ബില്ല് ഒഴിവാക്കിക്കൊണ്ട് പാർലമെന്റ് പിരിച്ചുവിട്ടു. മുഴുവൻ ആളുകളും കടന്നു വരുമ്പോ ഓരോരുത്തരും അഭിമന്യനായ പോക്കർ സാഹിബിനെ വിളിച്ച് കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് ഒരാളുണ്ട് ചീറിപ്പാഞ്ഞു വരികയാണ്. ആരാണ് ചീറിപ്പാഞ്ഞു വരുന്നത്? അദ്ദേഹം പോക്കർ സാഹിബിനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കലഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട പണ്ഡിറ്റ്, താങ്കൾ ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനം സംരക്ഷിച്ചിരിക്കുന്നു. ആരാ പറഞ്ഞത് എന്നറിയാമോ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്. വിശുദ്ധ ഖുർആനിന് സത്യം എഴുതിയിട്ടുള്ള ആസ്തിക വിശുദ്ധിയുള്ള സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഇസ്ലാമിക മുഫസ്സിറായിട്ട് അറിയപ്പെടുന്ന മൗലാന അബുൽ കലാം ആസാദിന് പാർലമെന്റിൽ മിണ്ടാൻ കഴിഞ്ഞില്ല. കാരണം കോൺഗ്രസിന്റെ പൊതുവികാരത്തിനനുസൃതമായി ചലിക്കാനല്ലാതെ അതിൽ നിന്ന് വേറിട്ട് ചലിക്കാൻ മൗലാന ആസാദിന് കഴിഞ്ഞില്ല. മൗലാന ആസാദ് നിശബ്ദമായി പോയ സമയത്ത് ആ സ്ഥാനത്ത് ഉച്ചരിച്ച ഇന്ത്യൻ മുസൽമാനു വേണ്ടി അഭിമാനത്തോടെ വാദിക്കാൻ അഭിമന്യനായ പോക്കർ സാഹിബിന് ഊർജ്ജം നൽകിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാനല്ലേ നിങ്ങളിവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് തെറ്റാക്കൂട്ടറെ ഞങ്ങൾ ഇവിടുത്തെ സമുദായത്തോട് ചെയ്തത്? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഞങ്ങളുടെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ബോധങ്ങളിൽ ചിതറിച്ചെറിക്കുന്ന ചാവേറുകളായി മാറാൻ നമ്മുടെ യുവാക്കളെ മുസ്ലിം ലീഗ് അനുവദിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പറഞ്ഞത് 1921 മലബാർ കലാപം നമുക്ക് നൽകേണ്ട പാഠമതാണ്. നിങ്ങൾ ആലോചിക്കണം. 1921 മലബാർ കലാപത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താണ് സംഭവിച്ചത്? വെള്ളപ്പട്ടാളം മലവെള്ള പാച്ചിൽ പോലെ ഒഴുകിവന്ന വെള്ളപ്പട്ടാളത്തെ കരിങ്കൽ ചുരുളുകളും കുറുവടിയുമായി ഇവിടെയുള്ള മാപ്പിള മക്കൾ പ്രതിരോധിച്ചതിന്റെ ഫലമായി അവരുടെ തീ ചുറ്റുന്ന തോക്കുകൾക്ക് മുമ്പിൽ മാപ്പിള മക്കൾ വിരിമാൽ കാട്ടിയതിന്റെ ഫലമായി എത്രയോ ആളുകൾ മരിച്ചു വീണു. എത്രയോ കുടുംബങ്ങൾ നിരാലമായി, എത്രയോ സ്ത്രീകൾ വിധവകളായി, എത്രയോ കുട്ടികൾ അനാഥമായി. ആ അനാഥ മക്കൾ ഈ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി. മലബാർ കലാപം അടങ്ങിയപ്പോ ആ കലാപത്തിന്റെ ശവപ്പറമ്പിൽ നിന്ന് ഉയർന്നു കേട്ടത് പാവപ്പെട്ട മുസ്ലിം കുട്ടികളുടെ അനാഥ മക്കളുടെ കണ്ണീരായിരുന്നു, വിധവകളുടെ കണ്ണീരായിരുന്നു, നിരാലംബമായ കുടുംബത്തിന്റെ ആർത്തനാദങ്ങളായിരുന്നു. അവ ശ്രമിക്കാൻ ഇവിടെ ഒരാൾ പോലും ഉണ്ടായില്ല. അവർക്ക് സാന്ത്വനം നൽകാൻ ഇവിടെ ഒരാൾ പോലും ഉണ്ടായില്ല. ആ സമയത്താണ് പഞ്ചാബിൽ നിന്ന് ഒരു സംഘം മുസ്ലിം പണ്ഡിതന്മാർ കേരളത്തിലേക്ക് കടന്നു വന്നു. അവർ ഈ അനാഥ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ ആദ്യമായി ഇസ്ലാമിയ അഥവാ ഇസ്ലാം ഓർഫനേജ് എന്ന പേരിൽ കോഴിക്കോട് ജില്ലയിലെ വെള്ളിമാടുമായി ആദ്യമായി ഒരു യതീംഖാന അവർ സ്ഥാപിച്ചു. എന്റെ കേരളത്തിന് പുറത്ത് എവിടെയും മുസ്ലിങ്ങൾക്ക് യതീംഖാന എന്ന സമ്പ്രദായം നമുക്ക് കാണുക സാധ്യമല്ല. കേരളത്തിൽ മാത്രമാണ് കണ്ടത്. കേരളത്തിൽ മാത്രം യതീംഖാന എന്തുകൊണ്ടുണ്ടായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അന്വേഷണം ചെന്നെത്തുന്നത് മലബാർ കലാപത്തിലേക്കായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് മലബാർ കലാപം നമുക്ക് നൽകുന്ന പാഠം? മലബാർ കലാപത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള മുഴുവൻ ചരിത്രകാരന്മാരും ഐക്യകണ്ഠേന പറഞ്ഞത് മലബാർ കലാപത്തിന് നായകത്വം വഹിച്ച മാപ്പിള മക്കൾക്ക് അന്ന് സുശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നു എന്നാണ്. സുശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ മലബാർ കലാപം ഈ രീതിയിലാകുമായിരുന്നില്ല എന്ന് പണ്ഡിതന്മാര് ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ മലബാർ കലാപത്തിന് നായകത്വം വഹിച്ച മാപ്പിള മക്കളുടെ കയ്യിൽ നിന്ന് ആ കത്തിവാണി അറബിക്കാളിന്റെ അണുമാലകളിന്റെ ഉള്ളിലേക്ക് മുസ്ലിം ലീഗ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ലീഗ് പറഞ്ഞു, എടോ കത്തിക്ക് പകരം നീ പേന ഉപയോഗിക്കൂ. വിജ്ഞാനത്തിന്റെ വികല മേഖലകളിലും അത്യുജ്വല താരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇരുട്ടിലണ്ടി കിടന്ന യൂറോപ്പിലെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലേക്ക് നയിച്ച ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉജ്ജ്വലമായ ആ വർണ്ണശബളമായ കാലഘട്ടത്തിലേക്ക് മുസ്ലിം ഉമ്മത്തെ നമ്മൾ തിരിച്ചു പോകണമെന്ന് തങ്ങൾ പറഞ്ഞു. മുഹമ്മദ് പോയ സാഹിബ് പ്രഖ്യാപിച്ചു, സമുദായമേ നിങ്ങൾ പഠിക്കുക, മക്കളെ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക. നിങ്ങൾ ഇതാ മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഉയർത്തേൽപ്പിക്കപ്പെട്ട